മലപ്പട്ടത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രകോപന മുദ്രാവാക്യത്തിൽ പ്രതിഷേധിച്ച് എസ്എഫ്ഐ പ്രവർത്തകർ കണ്ണൂർ നഗരത്തിൽ നടത്തിയ പ്രകടനത്തിനിടെ അക്രമം. കോൺഗ്രസിന്റെ കൊടിമരവും ഫ്ലെക്സ് ബോർഡുകളും നശിപ്പിച്ചു. സുനിൽ ഐസക് ചേരുന്നുണ്ട്. സുനിൽ, കൂടുതൽ വിവരങ്ങൾ. ദിവ്യ, കഴിഞ്ഞ ദിവസം മലപ്പട്ടത്തുണ്ടായ CPM കോൺഗ്രസ് സംഘർഷത്തിന്റെ ബാക്കി തന്നെയാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ അക്രമ സംഭവങ്ങളും. അതായത് കഴിഞ്ഞ ദിവസം മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെ രക്തസാക്ഷി ധീരജിനെതിരെ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല എന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മുദ്രാവാക്യം. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് SFI കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അല്പസമയം മുമ്പ് കണ്ണൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ആ പ്രതിഷേധ പ്രകടനത്തിനിടെയാണ് കോൺഗ്രസിന്റെ കൊടിമരവും സുധാകരന് അനുകൂലമായി ഉയർത്തിയ ഫ്ലക്സ് ബോർഡുകളും തകർത്തത്. കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ ബസ് സ്റ്റോപ്പിന് സമീപത്തെ കോൺഗ്രസ് കൊടിമരമാണ് SFI പ്രവർത്തകർ പിഴുതു മാറ്റിയത്. താലൂക്ക് ഓഫീസിന് മുൻവശത്ത് കെ സുധാകരൻ തുടരണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ പടയാളികൾ എന്ന പേരിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡും തകർത്തിട്ടുണ്ട്. അതായത് ഈ സ്റ്റേഡിയം കോർണറിന്റെ മുന്നിൽ ഉണ്ടായിരുന്ന കൊടിമരം പിഴുതെടുത്ത് SFI പ്രവർത്തകർ അത് തലയിലേറ്റി ഇവിടെ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം കൊണ്ടുവന്ന് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട് നടന്ന അതിനെതിരായ പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നത്. KSRTC പരിസരത്ത് നിന്നാണ് ജാഥ ആരംഭിച്ചത്. ഇപ്പോൾ എന്തായാലും അല്പസമയം മുമ്പ് ബസ് സ്റ്റാൻഡിന് സമീപത്ത് ഈ ജാഥ ആരംഭിക്കുന്നു. എന്തായാലും പോലീസ് അടക്കം നോക്കി നിൽക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ കൊടിമരം പിഴുതെടുക്കുകയും കോൺഗ്രസിന്റെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. പോലീസ് തടയാൻ ശ്രമിച്ചെങ്കിലും അത് വകവയ്ക്കാതെയായിരുന്നു SFI പ്രവർത്തകർ ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾക്കും ഒപ്പം കൊടിമരത്തിനും നേരെ ആക്രമണം നടത്തിയത്. ശരി സുനിൽ.